ഹായ് എവ്രിവൺ, വെൽക്കം ടു എപ്പിക് ഫാമിലി. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നമ്മുടെ സ്റ്റേക്കേഷന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് ദ ഗേറ്റ് വേ ഹോട്ടൽ, മെറൈൻ ഡ്രൈവിലുള്ള ദ ഗേറ്റ് വേ ഹോട്ടൽ ബൈ താജിലാണ്. അപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പൊ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഹോട്ടലായിരിക്കും, വർഷങ്ങളായിട്ടുള്ള ഹോട്ടൽ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ ഹോട്ടലിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആ റിസപ്ഷൻ ഏരിയ ഒക്കെ ഭയങ്കര ഒരു ആന്റീക് ഫീൽ തരുന്ന പോലെ, പഴമ നമ്മളെ ഓർമ്മിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ലിഫ്റ്റ് വരെ സത്യം പറഞ്ഞാൽ എനിക്കത് ലിഫ്റ്റ് ആണെന്ന് മനസ്സിലായില്ല. ലിഫ്റ്റിന്റെ എൻട്രൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ഈ അമ്പലത്തിന്റെ ഒക്കെ വാതിൽ അടയ്ക്കുന്ന പോലത്തെ ആ ഒരു രീതിയിൽ വരെയാ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് അറേഞ്ച് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ റൂം ആണെങ്കിലും നല്ല ഓക്കെ നല്ല റൂമാണ്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഹോട്ടലല്ലേ, അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് റൂം വിത്ത് സീ വ്യൂ അതായിരുന്നു നമ്മൾ എടുത്തത്. പിന്നെ റേറ്റ് റീസണബിൾ റേറ്റ് ആണ് കേട്ടോ ഇവിടെ. ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക് വാട്ടർ വ്യൂ ഒക്കെ കണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഭയങ്കര ബഡ്ജറ്റ് ഇല്ലാതെ കുറഞ്ഞൊരു ബഡ്ജറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ചൂസ് ചെയ്യാം. നമ്മൾക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നല്ലൊരു ഹോട്ടലിൽ നല്ല ആംബിയൻസ് ആണ്, ബാക്ക് വാട്ടർ ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഈ ഗേറ്റ് വേ ഹോട്ടൽ ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു ആന്റിക് ഫീൽ ആണ് ഇവിടെ. പിന്നെ ഫുഡും ഓക്കെ നല്ല ഫുഡാണ്. ഭയങ്കര വലിയ ബുഫേ അല്ലായിരുന്നു ഇന്നലെ. ഞങ്ങൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റോടെ ചേർത്തിട്ടായിരുന്നു പാക്കേജ് എടുത്തത്. പക്ഷെ ഉള്ളത് അത്രയും നല്ല സാധനമായിരുന്നു. ഇന്നലെ ആണെങ്കിലും ഇന്ന് മോർണിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് വന്നു പോയിട്ടുള്ള ഹോട്ടലായിരിക്കും, കാരണം വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ്, ഒരു ബ്രാൻഡും ആണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അപ്പൊ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, റീസണബിൾ റേറ്റ് ആണ്. പല കാറ്റഗറി റൂം ഉണ്ട്, അതായത് സിറ്റി വ്യൂ കിട്ടുന്ന റൂം, ഇതേപോലെ ബാക്ക് വാട്ടർ വ്യൂ കിട്ടുന്ന റൂം. ഞങ്ങൾ ഈ എക്സിക്യൂട്ടീവ് റൂം വിത്ത് സീ വ്യൂ എന്ന ഓപ്ഷൻ കിടക്കുന്ന മേക്ക് മൈ ട്രിപ്പ് നോക്കുക, അതാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പം ഈ ഒരു ബാക്ക് വാട്ടർ വ്യൂ കിട്ടും, ഭയങ്കര ഫീലാണ് ഇവിടെ, നല്ല രസമാണ്. ഇങ്ങനെ ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു റൂം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് ത്രൂ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ്. പിന്നെ അപ്പം ഈ റൂമിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ഉള്ള ഫുഡ് നല്ല ടേസ്റ്റി നല്ലതായിരുന്നു. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഹോട്ടലിന്റെ വിശേഷം. പിന്നെ ഞാൻ ഈ ദ ഗേറ്റ് വേ ഹോട്ടൽ ബൈ താജിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ്, ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ടാവും, ഇപ്പോഴും വരുന്നവരുണ്ടാവും. സോ കൂടുതൽ ഇത് പറയേണ്ട ആവശ്യമില്ല, വർഷങ്ങളായിട്ടുള്ളതാണ്, ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അല്ലേ. സോ അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഇനി നമ്മൾ ഫുഡ് വ്ലോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് അടുത്ത സ്റ്റേക്കേഷൻ തൊട്ട് നമ്മൾ ഫുഡ് വ്ലോഗ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുമല്ലോ അത് കാണുമ്പോൾ. പിന്നെ ഞാൻ എന്റെ ഈ വ്ലോഗിലെല്ലാം ഞാൻ ഫുഡിന്റെ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ നല്ലതാണെങ്കിൽ മാത്രമാണ് നല്ലതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അത് മെൻഷൻ ചെയ്യാനങ്ങ് വിടും. ഓക്കെ, അപ്പൊ ഇതുവരെയും താമസിച്ച എല്ലാ ഹോട്ടൽസിലും, ഇതുവരെ ഞാൻ ചെയ്ത റൂം ടൂർ കാണിച്ച എല്ലാ ഹോട്ടൽസും, അത് മാരിയറ്റ് ആയിക്കോട്ടെ, മാരിയറ്റിന്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടിയും കൊച്ചിയിലുള്ള ഞങ്ങൾ നിന്നു, അവിടുത്തെ എല്ലാം. പിന്നെ ഏതാണ് ബാക്കി നിന്ന ഹോട്ടൽസ് എല്ലാം ഞാൻ ഇതുവരെ കാണിച്ച എല്ലാം തന്നെ ഫുഡ് നമുക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. സോ അതുകൊണ്ടാണ് നല്ല ഫുഡാണെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ ഫുഡ് വ്ലോഗ്സ് നമ്മൾ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ കുഞ്ഞിനെയും കൂടെ ഹാൻഡിൽ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഒരു ലിമിറ്റേഷൻ വരും. ചിലപ്പം ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യായിരിക്കും, കുഞ്ഞിനെ ബാലൻസ് ചെയ്ത് നോക്കുമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് ആയിരിക്കും നമുക്ക് ഫുഡ് എടുക്കുന്നത്. അപ്പം എല്ലാം കൂടെ നടക്കത്തില്ല, ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇനി ആ ലിമിറ്റേഷൻ മാറ്റി വെച്ച് നമ്മൾ എന്തായാലും നമ്മുടെ പ്രൊഫഷൻ ഇതല്ലേ, അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് തരണമല്ലോ. അപ്പൊ നമ്മൾ ഫുഡ് വ്ലോഗ്സ് ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ സ്റ്റേക്കേഷനിലെല്ലാം ഫുഡ് വ്ലോഗ്സ് ഇൻക്ലൂഡ് ചെയ്യും. അത് നമ്മൾ ഇങ്ങനെ റൂം ടൂറിന്റെ കൂടെ കാണിക്കത്തില്ല, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ സെപ്പറേറ്റ് ഫുഡ് വ്ലോഗ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. സോ അതിന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും നാള് കാണിച്ച് ഞാൻ പറഞ്ഞ റിവ്യൂ ജെനുവിൻ ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ട്രൈ ചെയ്യാവുന്നതാണ്, ഇത്രയും നാള് കാണിച്ച ഹോട്ടലും. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ കൊച്ചിയിൽ ഇങ്ങനെ കുറെ ഹോട്ടൽസ് ഇപ്പൊ സ്റ്റേ ചെയ്ത് വരുന്നുണ്ടല്ലോ. ലാസ്റ്റ് ഞാൻ എന്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആ ഒരു വ്ലോഗും വരുന്നുണ്ട്. അതായത് അപ്പൊ നമ്മളൊരു സാധാരണക്കാരുടെ ഒരു ഇതാണ്, നമ്മൾ സാധാരണക്കാർക്ക്
വലിയ വലിയ ഡ്രീംസ് കാണാം, നല്ല നല്ല സ്ഥലങ്ങളിൽ നിൽക്കാം. സോ ആ ഒരു ആശയമാണ് ഞാൻ എന്റെ വ്ളോഗ്സിൽ കൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമുക്ക് പറ്റിയ ഒരു 5 സ്റ്റാർ ഹോട്ടൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി എല്ലാ ലക്ഷറിയും നമുക്ക് എൻജോയ് ചെയ്ത് ഏതാണെന്നുള്ളത് ഞാൻ റിവ്യൂവും തരാം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ വ്ളോഗ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആവണം. അപ്പം ഈ റൂം ടൂറിലേക്കാണ് ഇനി അടുത്ത നിങ്ങൾ പോകുന്നത്. നമ്മുടെ ഈ ഗേറ്റ് വേ ഹോട്ടലിന്റെ നമ്മൾ ഈ സ്റ്റേ ചെയ്ത റൂമിന്റെ ഒരു റൂം ടൂർ ആണ് ഇനി വരുന്നത്. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ എപ്പിക് ഫാമിലി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് 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 നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം. കുറെ കണ്ടന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതെല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോവായിരിക്കും. എല്ലാം നമ്മുടെ കുറെ കണ്ടന്റ്സ് നമ്മുടെ മൈൻഡിലുണ്ട്. അതെല്ലാം അത് യൂസ്ഫുള്ളും ആയിരിക്കും നിങ്ങൾക്ക്. സോ അത് വരുന്നുണ്ട്. സോ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് റൂം ടൂർ കാണാം. ഓക്കെ, ഇത് ഞങ്ങൾ ഹോട്ടലിനകത്ത് കോമ്പൗണ്ടിന്റെ അകത്ത് കയറി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. മറൈൻ ഡ്രൈവിൻ്റെ അടുത്താണ് നമ്മളുടെ ഈ ഗേറ്റ് വേ ഹോട്ടൽ. ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നല്ല കാറ്റായിരുന്നു ഇവിടെ. ഈ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. നല്ല കാറ്റായിരുന്നു. ഒരു മഴയുടെ മട്ടും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കാറ്റായിരുന്നു. അതേപോലെ ഈ ഹോട്ടലിൻ്റെ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ്. ഈ ഹോട്ടലിൻ്റെ ഈ അകത്തെ ഈ ഗാർഡനും ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് കാറൊക്കെ പാർക്ക് ചെയ്തതൊക്കെ നിന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ്. കണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. ഓൾറെഡി നമ്മൾ മേക്ക് മൈ ട്രിപ്പ് ത്രൂ റൂമെല്ലാം ബുക്ക് ചെയ്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് നമ്മൾ റിസപ്ഷനിൽ ചെന്ന് കീ കളക്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ കോവിഡ് ടൈം ആയതുകൊണ്ട് സെൽഫ് ഡിക്ലറേഷൻ ഫോംസും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ റിസപ്ഷൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോയി നിൽക്കുന്ന ആ ഒരു സമയമായത്. അപ്പോൾ ചേട്ടനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഇതേണ്ട ഇവരുടെ റിസപ്ഷനാണ് ഈ നിങ്ങളെ കാണുന്നത്. ഞാൻ ഇൻട്രോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുന്നത്, പഴമ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പം തന്നെ മനസ്സിലാവും. ചെറിയ ചെറിയ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ തൊട്ട് ഈ ഇവിടുത്തെ എന്താ പറയുക ഈ തൂണുകളുടെ വർക്കായാലും പിന്നെ കുറേ വൂഡൻ വർക്ക്സ് ചെയ്തേക്കുന്നതായാലും എല്ലാം അതേപോലെ ഇങ്ങനെ ആൻറ്റീക് പീസ് പോലത്തെ സാധനങ്ങളാണ് ഡെക്കറേറ്റ് ചെയ്ത് ഇവർ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇതുണ്ട് ഇവിടെ ഈ ഒരു പോർഷൻ കണ്ടോ, അതുകൊണ്ട് ഒരു ഡോറ് കണ്ടോ, ഗ്ലാസ് ഡോറ്, അത് ഓപ്പൺ ചെയ്ത് കയറുന്നതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് സ്പേസ്. ഓക്കെ, ആൻഡ് ഇവിടെ അതിൻ്റെ വെളിയിൽ ദണ്ട് ഇങ്ങനെ വള്ളം പോലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അതായത് ഭയങ്കര ഒരു ആൻറ്റീക് ഫീലാണ് നമുക്ക് ഇവരുടെ ഈ ഒരു റിസപ്ഷനൊക്കെ കാണുമ്പോൾ കിട്ടുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വൂഡൻ വർക്ക്സ് ആയാലും ഈ പില്ലറിലെ വർക്കായാലും എല്ലാം കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഹോട്ടലല്ലേ, അപ്പം ആ ഒരു രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ട്, അകമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് അവർ. അതായത് നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന ഫീൽ അല്ല, അത് ഡെഫിനറ്റ്ലി അല്ലായിരിക്കും. പക്ഷെ ആ ഒരു പഴമ അവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഫ്രെയിംസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ പഴയ മാപ്പുകളും കാര്യങ്ങളും പണ്ടത്തെ കാലത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിംസും ഒക്കെയാണ് വെച്ചേക്കുന്നത്. എനിക്ക് ഇവരുടെ ഈ ഒരു റിസപ്ഷൻ ഏരിയ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് ഈ ഒരു റിസപ്ഷൻ ഏരിയ കാണാൻ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ കുറേ നേരം ഇവിടെയൊക്കെ വന്നിരുന്നായിരുന്നു. നമ്മുടെ ഈ സ്റ്റേയുടെ ഇടയ്ക്ക് തന്നെ അവിടെ ചുമ്മാ ചെയറിലൊക്കെ വന്നിരിക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ലിഫ്റ്റിൻ്റെ ഡോറാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ, നമ്മുടെ ലിഫ്റ്റിൻ്റെ ഡോറാണിത്. ഞാൻ ഇതും ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റിൻ്റെ ഡോറ് കണ്ടാൽ തന്നെ നമ്മൾ ചില എന്താ പറയുന്നത് ഈ അമ്പലങ്ങളുടെയൊക്കെ വാതിൽ പോലെ അല്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ലിഫ്റ്റൊക്കെ ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ ലിഫ്റ്റ് കയറി മുകളിൽ വന്നു, നമ്മുടെ റൂമിലേക്ക് പോവാണ്. കണ്ടോ, ഓക്കെ 502 ആയിരുന്നു നമ്മളുടെ റൂം. ഓക്കെ, നമ്മൾ റൂമിനകത്ത് കയറി. റൂമിങ്ങനെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആണ് കബോർഡാണ് ആദ്യം വരുന്നത്. കണ്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്യാം. അതേപോലെ ലോക്കറുണ്ട്.
ഇപ്പുറത്തെ പോർഷനിലാണ് ലോക്കറുണ്ട്. നമുക്ക് സേഫായിട്ടൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ ലോക്കറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ ഓക്കെ. അത് കഴിഞ്ഞ് ഇതേണ്ട ഇത് നമ്മുടെ റൂമിന് അകത്തോട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നടന്ന് വന്ന് ഇതാണ് നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസ്. നമ്മളവിടെ ലഗേജൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ അത് കാണാൻ, ഒരു ഫോട്ടോ ഫ്രെയിം. പിന്നെ ഇതുണ്ട് നമ്മളുടെ ബെഡിൻ്റെ സൈഡിൽ 2 സൈഡ് ടേബിൾസും ലാമ്പും ഒക്കെ ഉണ്ട്. പിന്നെ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ TV സെറ്റ് ചെയ്തേക്കുന്ന ആ ടേബിളിൽ തന്നെ ഇതേണ്ട കെറ്റില്, കോഫിയും ടീയും ഒക്കെ ഇടാനുള്ള എല്ലാ സാധനങ്ങളും, വെള്ളം, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ എന്തെങ്കിലും ജോലികൾ ചെയ്യാനായാലും എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ചെയറും ഉണ്ട്. അത്യാവശ്യം വലിയൊരു ടേബിളാണത്, ആ TV വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ട് വലിയൊരു ടേബിളാണ്. പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ഒരു സോഫയും ടേബിളും ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് റിലാക്സ് ചെയ്ത് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനാണ് ഈ ഒരു സോഫ. അതിൻ്റെ മുകളിലും 2 അടിപൊളി ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഈ റൂമിൻ്റെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് പോർഷനായിരുന്നു ഇത്. ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പം കാണുന്ന ഈ ഒരു വ്യൂ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു ഇത്. ആൻഡ് ഈ റൂം ഞങ്ങൾ സെലക്ട് ചെയ്തത് തന്നെ ഇതുകൊണ്ടായിരുന്നു. ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂം തന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഈ സ്റ്റേയിൽ ഞങ്ങളുടെ ഈ റൂമിൻ്റെ ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു ഹൈലൈറ്റ് ഇതായിരുന്നു. ഇങ്ങനെ ആ സോഫയിലിരുന്ന് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ എത്ര നേരം വേണേലും ഇരിക്കാം. ഓക്കെ, അപ്പം ഇതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കണ്ടോ, ഞങ്ങളിങ്ങനെ വന്നപ്പം നല്ലൊരു മഴയും പറഞ്ഞില്ലേ, മഴയുള്ള സമയമായിരുന്നു. ആ മഴയൊക്കെ പെയ്യുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ ഇരിക്കാം, സമയം പോകുന്ന അറിയത്തേയില്ല. അടിപൊളിയായിരുന്നു. അപ്പം ഈ ഒരു ബാക്ക് വാട്ടർ വ്യൂ, അല്ലെങ്കിൽ ഈ നമ്മൾ മേക്ക് മൈ ട്രിപ്പ് നോക്കുമ്പം ബാക്ക് വാട്ടർ വ്യൂ ഉള്ള റൂം നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, അതേപോലെ ഞാൻ ഇതിൻ്റെ നൈറ്റ് വ്യൂവും പിന്നെ ഏർലി മോർണിംഗ് വ്യൂവും ഒക്കെ എടുത്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ, നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എത്ര നേരം വേണമെങ്കിലും നമുക്കിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. അതിൻ്റെ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഈ റൂമിൻ്റെ ബാത്റൂം കൂടെ ഒന്ന് കാണാം. ഓക്കെ, റൂമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ബാത്റൂമാണ് എനിക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തത്. ചെറിയ ബാത്റൂമാണ്, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഹോട്ടലാണ്. സോ ആ രീതിയിൽ നോക്കുമ്പോൾ അവർ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഞാനത് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ അത്രയും നാൾ പഴക്കമുള്ളത് വെച്ച് നോക്കുമ്പോൾ അവർ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ബാത്റൂം മാത്രം വളരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു കൺജസ്റ്റഡ് ഫീൽ എനിക്കുണ്ടായിരുന്നു ബാത്റൂം. ബാക്കി അല്ലാതെ റൂമൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് വെൽ മെയിൻറ്റെയിൻഡ് റൂമാണ്. പിന്നെ വേണ്ട ഞങ്ങളുടെ ഫേവറേറ്റ് പോർഷൻ, പിന്നെ ഞാൻ വേണ്ട ആ റൂമിൻ്റെ ആ ജനലിൽ കൂടുള്ള കാഴ്ച, മഴ പെയ്യുന്ന കാഴ്ച ഉണ്ട്. എന്ത് രസമുണ്ടെന്ന് നോക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ റൂമിൽ ഇങ്ങനെ ഈ ഒരു പോർഷനിൽ നമ്മൾ ബെഡിലിരുന്നിട്ടായാലും ആ കാണിച്ച സോഫയിൽ ഇരുന്നിട്ടായാലും ഇങ്ങനെ പുറത്തോട്ട് മഴ പെയ്യുന്നതും അല്ലാത്ത ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഇതാണ് നൈറ്റ് വ്യൂ. രാത്രി ആയപ്പോഴത്തേനും മഴയൊക്കെ ഒന്ന് കുറഞ്ഞു, എന്നാലും ഇടയ്ക്കൊക്കെ നല്ല മഴയും ഉണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത സമയത്ത്. ഇതാണ് നൈറ്റ് വ്യൂ. ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ ദൂരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതായത് മോർണിംഗ് വ്യൂവും ഈവനിങ് വ്യൂവും നൈറ്റ് വ്യൂവും എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഇതാണ് ഒരു ഏർലി മോർണിംഗ് വ്യൂ. അതായത് മഴയൊക്കെ നെക്സ്റ്റ് ഡേ ആണ് ഇത് ഞങ്ങൾ വന്ന് സ്റ്റേ ചെയ്തതിൻ്റെ അടുത്ത ദിവസം രാവിലെ എടുത്തതാണ്. അപ്പം മഴയൊന്നുമില്ല. സോ അങ്ങനത്തെ ഒരു ടൈമിലെ ഒരു വ്യൂ ആണ് ഇത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ദ ഗേറ്റ് വേ ഹോട്ടൽ ബൈ താജിലെ സ്റ്റേയുടെ വിശേഷങ്ങൾ. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരെ എല്ലാവരും ടേക്ക് കെയർ. അപ്പം മറക്കണ്ട, എപ്പിക് ഫാമിലി എന്നുള്ള നമ്മുടെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ടേഴ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് വൺസ് അഗെയിൻ ടേക്ക് കെയർ എവ്രിവൺ.